നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിനെ കുറിച്ച് ഈ ഒരു പേപ്പറിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ ഇതിലെ കുറെ ഫാക്ടുകൾ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിലുള്ള കുറെ അധികം ഫാക്ടുകൾ ഉണ്ട്. വളരെ തിയററ്റിക്കലായിട്ട് മോൺ ചെയ്യുന്ന ഒരു പേപ്പറാണെന്ന് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. യൂണിറ്റിന്റെ പേര് തിയറി, ഡെഫിനീഷൻ ആൻഡ് എലമെന്റ്സ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മള് സാമൂഹ്യ ശാസ്ത്രം, സോഷ്യോളജി ഒരു ശാസ്ത്രീയ വിഷയമായിട്ട് വളർന്നു വന്നത് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട്, സ്വാധീനം കൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയിട്ട് സോഷ്യോളജി വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ചില തിയറീസ് അഥവാ സോഷ്യോളജി ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓവറോൾ ഈ ഒരു പേപ്പർ സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ളതാണ്. പേരിൽ തന്നെ ഉണ്ടല്ലോ തിയറി, അല്ലെ? ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് എന്നാണ് പേപ്പറിന്റെ പേര്. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് സിദ്ധാന്തം എന്നാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് തിയറി ആൻഡ് ദ ഡെഫിനേഷൻ ഓഫ് തിയറി. ഓക്കെ, സോ നമുക്ക് തിയറിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. സിദ്ധാന്തം എന്നത് ഒരു വ്യക്തമായ വ്യാഖ്യാന വ്യവസ്ഥയാണ്. അത് സമൂഹത്തിലെ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്നു എന്നാണ് സിദ്ധാന്തം എന്നത്, അല്ലെങ്കിൽ തിയറി എന്നതിന് കൊടുക്കാവുന്ന ഒരു ഡെഫിനീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു വ്യാഖ്യാനം, അഥവാ ഒരു ഇന്റർപ്രിട്ടേഷൻ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ വ്യത്യസ്ത സോഷ്യൽ ഫാക്ടേഴ്സ് തമ്മിലുള്ള, സോഷ്യൽ ഘടകങ്ങൾ തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അപ്പൊ സോഷ്യോളജി ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡന്റ് സബ്ജക്ട്. എന്നിരുന്നാലും മറ്റൊരുപാട് വിഷയങ്ങൾ കൂടിച്ചേരുന്നത് തന്നെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഈ ഒരു ഡിസിപ്ലിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ മറ്റു പല ഫാക്ടുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആശയങ്ങളുടെയും ഐഡിയോളജികളുടെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഒരു ഒന്നിച്ചുള്ള ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ആ സൊസൈറ്റിയിലുള്ള ആളുകളുടെ മെന്റാലിറ്റി, ആ ആളുകളുടെ സ്വഭാവം, അല്ലെ? അപ്പൊ അതിന്റെ മെന്റാലിറ്റീസിനെ കുറിച്ചുള്ള സയൻസ് ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സ്വഭാവ വൈശിഷ്ട്യങ്ങളുണ്ട്. അപ്പൊ ക്രിമിനൽ മൈൻഡ് ഒക്കെ ഉണ്ട്. അപ്പൊ ക്രിമിനോളജി എന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സോഷ്യൽ തിയറി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റഡി ഉണ്ട്. അപ്പൊ ആ ക്രിമിനോളജി ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ സബ്സിഡറി സബ്ജക്റ്റുകളെയും ഓവറോൾ ടോട്ടലി എംബറാസ് ചെയ്യുന്നതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആ ഒരു ഡിസിപ്ലിൻ ഇൻഡിപെൻഡന്റ് ആണെങ്കിലും അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പല്ല അതിനുള്ളത്. അത് പരോക്ഷമായിട്ട് മറ്റു പല സയൻസുകളുമായിട്ടും സോഷ്യൽ സയൻസുകളുമായിട്ടും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അതാണ് സോഷ്യോളജിയുടെ അല്ലെങ്കിൽ ഡെഫിനീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഏതാനും ഒന്ന് രണ്ട് സോഷ്യോളജിസ്റ്റുകളുടെ ഒരു ഡെഫിനിഷൻസും കൂടി നോക്കാം. ഒന്നാമത്തെ കേർലിംഗർ എന്ന് പറയുന്ന, കേർലിംഗർ KERLING ആണ്. കേർലിംഗർ എന്ന് പറയുന്ന ചിന്തകന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. സിദ്ധാന്തം വ്യത്യസ്ത ധാരകളുടെ അഥവാ കോൺസെപ്റ്റുകളുടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ റോബർട്ട് മേർട്ടൺ പറയുന്നത് സിദ്ധാന്തം ഒരു സാമൂഹ്യ സിദ്ധാന്തത്തിന്റെ, ഒരു സോഷ്യൽ ഫിനോമിനയുടെ ബന്ധങ്ങൾ വിശദീകരിക്കുന്നതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട എമിലി ഡർക്കമിന്റെ ഒരു സിദ്ധാന്തം കൂടി നോക്കാം. സാമൂഹിക ജീവിതത്തെ ഗൗരവപൂർവ്വം വിലയിരുത്താൻ സഹായിക്കുന്ന ചട്ടക്കൂട് അഥവാ ഫ്രെയിമാണ് സിദ്ധാന്തം എന്നാണ് എമിലി ഡർക്കമിന്റെ സിദ്ധാന്തത്തെ കുറിച്ചുള്ള ഡെഫിനീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് ഡെഫിനീഷൻസിന് നമുക്ക് ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. ഒരു ആശയത്തെ വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ
ഡെഫിനീഷൻസ് അല്ലെങ്കിൽ തിയറി എന്നത് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ചില പ്രപ്പോസിഷൻസ് ഇതിൽ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചില പ്രവണതകളുണ്ട്, ടെൻഡൻസീസ് ഉണ്ട്. ഇതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമുക്ക് ഇതിൽ പറയാവുന്നത്. അതായത് തിയറിയുടെ ഡെഫിനേഷനിൽ, തിയറിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാവുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൊസൈറ്റി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്നതെല്ലാം തന്നെ അതില് വ്യക്തമായിട്ട് അതിന്റെ കാര്യകാരണ ബന്ധസഹിതം അവിടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഇനി ചില ഹൈപ്പോത്തിസിസ് ഉണ്ട്. അതായത് സിദ്ധാന്തം എന്ന് പറയാം, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ചില ഊഹങ്ങളാണ്. ഊഹം എന്ന് പറയുന്നത് വെറും ഒരു തോന്നലിനെ അല്ല, നമ്മള് ചില സയന്റിഫിക് പ്രഡിക്ഷൻസിനെയാണ് യഥാർത്ഥത്തിൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പോ ഒരു റിസർച്ച് ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്കൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടായിരിക്കും, ഇന്ന കാര്യം ഇങ്ങനെ ആയിരിക്കും എന്നത്. അപ്പൊ ആ റിസർച്ച് എന്തിനാ പിന്നെ കണ്ടക്ട് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ചെക്ക് ദ ഹൈപ്പോത്തിസിസ്. നമ്മുടെ ആ ഹൈപ്പോത്തിസിന്റെ വാല്യൂ എത്രയാണ്, നമ്മളുടെ ആ ഒരു ഊഹം, ശാസ്ത്രീയമായിട്ടുള്ള ഊഹം എത്രത്തോളം ശരിയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നീട് ആ ഒരു റിസർച്ച് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഹൈപ്പോത്തിസിസ് ഇനെ ചെക്ക് ചെയ്യാൻ, അതിനെ പരിശോധിക്കാവുന്ന ചില ഹൈപ്പോത്തിസിസ് ആണ്, ഊഹങ്ങളാണ്, ടെസ്റ്റബിൾ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ചില പ്രസ്താവനകൾ. ഇപ്പൊ ഈ തിയറി എന്ന് പറയുന്നത് ആക്ച്വലി ചില പ്രസ്താവനകളായിരിക്കും, അല്ലെ? തിയറി ഒരു ഇന്നതാണ് തിയറി എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള അടിത്തറ, ശാസ്ത്രീയ അടിത്തറയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടായിരിക്കും. കൂടാതെ ഇത് ചില പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഒരു തിയറിയുടെ ആത്മാവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിൻസിപ്പിൾസ് ആയിരിക്കും, അല്ലെ? തത്വങ്ങൾ ആയിരിക്കും. ഇനി എന്തിനാണ് സിദ്ധാന്തങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് അതിനെ, ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ചില എക്സ്പ്ലനേറ്ററി പേർപ്പസിനാണ് സിദ്ധാന്തം ഉപയോഗിക്കുന്നത്. സംഭവങ്ങൾക്കുള്ള കാരണങ്ങൾ മനസ്സിലാക്കാനൊക്കെയാണ് സിദ്ധാന്തം ഉപയോഗിക്കുന്നത്. കൂടാതെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന്, പ്രവചിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ഒരു സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് ചില പ്രഡിക്ഷൻസ് സംഭവിക്കും. അത് ഏത് തരം, ഇപ്പൊ സയൻസിലുള്ള സിദ്ധാന്തങ്ങൾ, തിയറീസ് ആണെങ്കിലും അതെ, സോഷ്യൽ സയൻസിലുള്ള സിദ്ധാന്തങ്ങളൊക്കെ ആണെങ്കിലും അതെ, നമുക്ക് ഒരുപാട് എക്സാമ്പിൾസിൽ നിന്നാണ് ഒരു സിദ്ധാന്തം രൂപപ്പെടുന്നത്, അല്ലെ? ഒരുപാട് എക്സാമ്പിൾസ് എടുത്തിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു ജനറലൈസേഷനിലെ, ഒരു സിദ്ധാന്തവൽക്കരണത്തിൽ അത് എത്തിച്ചേരുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ സംഭവിക്കാവുന്നതിനെയും പ്രഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു സൊസൈറ്റി, ഒരു ഇൻഫ്ലേഷൻ, ഒരു നാണ്യപ്പെരുപ്പം വന്ന സമയത്ത് ഒരു സമൂഹത്തിന്റെ പെരുമാറ്റം, സാമ്പത്തിക പെരുമാറ്റം ഇങ്ങനെയായിരുന്നു. അപ്പൊ അത് കുറെ പ്രീവിയസ് ഇയേഴ്സിലെ കുറെ എക്സാമ്പിൾസ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഷ്യൽ തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഫോർമുലേറ്റ് ചെയ്ത തിയറി വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഇത്തരം ഇതേ സമാനമായ ഒരു സാഹചര്യത്തെ പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഇതാണ് പ്രവചനം എന്ന് പറയുന്നത്. ഇനി ഒരു സോഷ്യൽ കൺട്രോളിന് നമ്മൾ ഇത്തരം സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ സോഷ്യൽ റിഫോം ചെയ്യുന്നതിന്, റിന്യൂ ചെയ്യുന്നതിന്, ഇപ്പോ സമത്വം, നീതി, പുരോഗതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കുന്നതിനൊക്കെ നമുക്ക് ഇത്തരം സിദ്ധാന്തങ്ങൾ സഹായിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസ് തിയറീസിന്റെ ചില പ്രധാന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തേത് ഒരു കോൺഷ്യസ്നെസ് ആണ്. അതായത് കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേളനം, അല്ലെ? സമൂഹത്തിലെ ഒരു സുസംഘടിതമായിട്ടുള്ള ഒരു നിലപാട്, അതിനെയാണ് നമ്മൾ സമ്മേളനം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. രണ്ടാമത്തേത് കോൺഫ്ലിക്റ്റ് ആണ്, അഥവാ മത്സരം. അതായത് ഒരു സൊസൈറ്റിയിൽ എപ്പോഴും ഒരേ തരത്തിലുള്ള ചിന്താധാര പുലർത്തുന്നവരായിരിക്കില്ല. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വ്യത്യസ്തത തീർച്ചയായിട്ടും ഒരു കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നുണ്ട്, സംഘർഷങ്ങൾക്ക് കാരണമാകും. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കും ഇടയിലും താല്പര്യങ്ങൾക്കിടയിലും ഒക്കെയുള്ള സംഘർഷങ്ങളും ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തേത് ഇന്ററാക്ഷൻസ് ആണ്. അതായത് ഇന്റേണൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, ആന്തരിക ബന്ധങ്ങൾ, ഇന്ററാക്ഷൻസ് ആണ്. വ്യക്തികളും സംഘങ്ങളും ഒക്കെ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. അവർക്കിടയിൽ ആന്തരികമായിട്ട് ഒരു ആശയ കൈമാറ്റം നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മെറ്റാ തിയററ്റിക്കൽ സ്കീം എന്നതാണ് ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. മെറ്റാ തിയറി എന്നത്
ഒരു സിദ്ധാന്തത്തെ വിശകലനം ചെയ്യുന്നതിനും അതുപോലെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനുമുള്ള വളരെ ഉന്നത തലത്തിലുള്ള ഒരു ടൂളിനെയാണ് നമ്മൾ മെറ്റാ തിയറി എന്ന് പറയുന്നത്. അപ്പൊ മെറ്റാ തിയറിക്കൽ സ്കീം എന്താണെന്ന് നോക്കാം. ഇത്തരം സ്കീമിനെ നമുക്ക് ഒരു സോഷ്യൽ തിയറീസ് അഥവാ സാമൂഹിക സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചില ഒരു അളവുകോൽ, ഒരു മാനദണ്ഡമായിട്ട് നമുക്കിതിനെ പറയാം. അല്ലെങ്കിൽ ചില ടൂളുകളാണ്, ചില രീതികളാണ്. സോഷ്യോളജിക്കൽ തിയറി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ചില തീമുകളാണ്. അപ്പൊ ഇതിന് വിവിധ സാമൂഹിക പ്രതിഭാസങ്ങളെ, സോഷ്യൽ ഫിനോമിനയൊക്കെ നമ്മൾക്ക് ഇത് വെച്ചിട്ട് വിശകലനം ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്ക് ഫോം ചെയ്യുന്നത് എന്താണ്? ഈ മെറ്റാ തിയറി ആണ്. ഇനി മെറ്റാ തിയറി എന്നത് സിദ്ധാന്തങ്ങളെ മൂല്യനിർണ്ണയം ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയയാണെന്നാണ് റിറ്റ്സർ എന്ന ചിന്തകൻ പറയുന്നത്. ഇനി മെറ്റാ തിയറിക്കൽ സ്കീമിന്റെ പ്രധാനപ്പെട്ട ചില എലമെന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഫിലോസഫിക്കൽ മെറ്റാ തിയറിയാണ്, ദാർശനിക മെറ്റാ തിയറി എന്ന് പറയും. അപ്പൊ ഇത് തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ബേസ് ആണ്, ഒരു ഫിലോസഫിക്കൽ ബേസ് ആണ് ഇതിന് നൽകുന്നത്. ഉദാഹരണം ഇപ്പൊ നമ്മുടെ പോസിറ്റിവിസം, അതുപോലെ ക്രിട്ടിക്കൽ റിയലിസം, ഇതൊക്കെ ഇതിന്റെ മെറ്റാ തിയറിയുടെ എക്സാമ്പിൾ ആണ്. ദെൻ ഒരു എപ്പിസ്റ്റമോളജിക്കൽ മെറ്റാ തിയറിയാണ്, അതായത് വ്യാഖ്യാനാത്മകമായിട്ടുള്ള മെറ്റാ തിയറിയാണ്. ഇത് ഒരു നോളജിന്റെ സ്വഭാവം, അതുപോലെ അറിവിന്റെ സ്വഭാവം, നേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഉദാഹരണം ഒബ്ജക്ടിവിറ്റി, അതുപോലെ സബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റിയും സബ്ജക്ടിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ. ഒബ്ജക്ടിവിറ്റിയും വസ്തുനിഷ്ഠതയും വിഷയനിഷ്ഠതയും എന്ന് പറയാം. അപ്പൊ അതിന് നമ്മൾ അളക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ മെറ്റാ തിയറിയാണ്. ഓക്കെ, സോ എപ്പിസ്റ്റമോളജിക്കൽ മെറ്റാ തിയറി. ദെൻ ഒരു സബ്സ്റ്റാൻഷിയേറ്റീവ് മെറ്റാ തിയറിയാണ് അടുത്തത്. അതായത് ഇവിടെ എന്താണ് ഒരു സവിശേഷ മെറ്റാ തിയറി എന്ന് നമുക്ക് ഇതിനെ മലയാളീകരിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ സിദ്ധാന്തങ്ങളെ നമ്മൾ നേരിട്ട് ഒരു സാമൂഹിക പ്രക്രിയയായിട്ടാണ് ഇവിടെ ഇതിന് വിശകലനം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഫങ്ഷണലിസം, അതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് തിയറി, സംഘർഷവാദം ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയും. ദെൻ സിന്തറ്റിക് മെറ്റാ തിയറിയാണ് മറ്റൊന്ന്, അതായത് സമീകൃത മെറ്റാ തിയറി നമുക്ക് മലയാളത്തിൽ പറയാം. വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനെ, ബന്ധത്തെയൊക്കെയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഇനി മെറ്റാ തിയറിക്കൽ സ്കീമുകളുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് യൂണിറ്റ് മാത്രമല്ല, ഈ ഒരു പേപ്പർ തന്നെ വളരെ തിയററ്റിക്കൽ ആണ്. അപ്പോൾ ഒറ്റ തവണ ക്ലാസ് കേട്ടാലോ ഒറ്റ തവണ നോട്ട് വായിച്ചാലോ നിങ്ങൾക്ക് എക്സാം എഴുതാൻ തക്ക രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തുടർച്ചയായിട്ട് ഈ നോട്ടും ക്ലാസ്സും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത്ര ഈസ് നോട്ട് ഈസി ടു ഡൈജസ്റ്റ്. ഓക്കെ, സോ ഇതിന്റെ മെറ്റാ തിയറിയുടെ ചില സ്കീമുകളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് ഓണ്ടോളജിക്കൽ അസംഷൻസ് ആണ്. ഓണ്ടോളജിക്കൽ അസംഷനെ ഒരു അവതാരിക മാനദണ്ഡം എന്ന് മലയാളീകരിച്ച് പറയാം, പക്ഷെ അതിനേക്കാളും ഈസി നിങ്ങൾക്ക് ഓണ്ടോളജിക്കൽ അസംഷൻ എന്ന് തന്നെ പഠിച്ചു വെക്കുന്നതാണ്. ഇവിടെ നമ്മൾ സമൂഹത്തിന്റെ അടിസ്ഥാന ധാരണയെ കുറിച്ചാണ് ഓണ്ടോളജിക്കലിൽ നോക്കുന്നത്. മറ്റൊന്നത് എപ്പിസ്റ്റമോളജിക്കൽ ആണ്. എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ എന്താ? സംതിങ് റിലേറ്റഡ് വിത്ത് നോളജ് അല്ലെ, അറിവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ എപ്പിസ്റ്റമോളജിക്കൽ കൺസിഡറേഷൻസ് ആണ് ഇവിടെ വരുന്നത്. അതായത് വ്യക്തികൾക്ക് ഒരു നോളജ് എങ്ങനെയാണ് ലഭിക്കുന്നത്, അറിവ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. ദെൻ മെത്തഡോളജിക്കൽ കൺസേൺസ് ആണ് വരുന്നത്, ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അവലോകനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വിശകലനം ചെയ്യാനുള്ള ഒരു രീതിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ മെറ്റാ തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. മെറ്റാ തിയറി സ്കീമിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. രണ്ട് സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഒരു ഇവാലുവേഷൻ ടൂൾ പോലെ, രണ്ട് തിയറീസിന്റെ ഇടയിലുള്ള ഒരു ഇവാലുവേഷൻ ടൂളാണ് യഥാർത്ഥത്തിൽ മെറ്റാ തിയറി എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു ബന്ധം കണക്കിലാക്കാനും പുതിയ സിദ്ധാന്തം അതനുസരിച്ചിട്ട് പുതിയ സിദ്ധാന്തം രൂപീകരിക്കാനും, അതുപോലെ തന്നെ ഒരു സമൂഹ ശാസ്ത്ര പഠനത്തില് ഒരു വളരെ ക്രമബദ്ധമായിട്ടുള്ള ഒരു പഠനം അല്ലെ, വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്താനൊക്കെ ഇത് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്.